നിലവിൽ ISL കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ ഫെഡറേഷൻ ഉത്തരവാദികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര മികച്ച ഫുട്ബോൾ സ്ട്രക്ചർ ഇവിടെ ഉണ്ടായിട്ടും ഈഗോയുടെ പേരിൽ അവരത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സീസണുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ക്ലാരിറ്റി നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ക്ലബ്ബുകളെ വളരെ മോശമായി തന്നെ ബാധിച്ചു. എഗെയിൻ നമ്മുടെ ചോയ്സ് ആയിരുന്നു, വേണമെങ്കിൽ നമുക്ക് ഒറിജിനൽ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ നമ്മൾ മറിച്ചാണ് ചെയ്തത്. അതിൻ്റെ പ്രശ്നങ്ങളാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേസ്, പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് പിന്തുണയായിട്ട് ഇവിടെ ആരാധകർ മാത്രമേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ക്ലബ്ബുകളെ അവിടുത്തെ ഗവൺമെൻറ്റും അതോറിറ്റിയും പിന്തുണയ്ക്കുമ്പോൾ ഇവിടെ ക്ലബിനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻഗിസ് ആണ്. തൽക്കാലം അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാനേ നമുക്ക് വഴിയുള്ളൂ. ഈ സീസണിന്റെ തുടക്കത്തിൽ ആദ്യ മാച്ചിന് മുമ്പുണ്ടായ ഡ്രാമയൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പോർട്ടിംഗ് ഡയറക്ടറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നോർത്ത് ഈസ്റ്റിനൊക്കെ അവിടുത്തെ സർക്കാർ വലിയ രീതിയിലുള്ള പണം നൽകുമ്പോൾ ഇവിടെ ക്ലബിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിന് ഇത്രയധികം സാധ്യതയുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിരാശാജനകം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ